ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വീണ്ടും എൻ്റെ വർക്കിന് വന്നേക്കാണ്. ഇന്ന് എൻ്റെ 4th നൈറ്റാണ്. അപ്പം ഞാൻ എൻ്റെ വർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ കഴിച്ചെന്നും എന്തൊക്കെ കൊണ്ടുവന്നത് എന്തൊക്കെ ഞാൻ ഇവിടെ എത്തിക്കാതെ അതിൻ്റെ ഇടയ്ക്ക് കഴിച്ചെന്നും ഒക്കെ കണ്ടാലോ. പിന്നെ ഈ വീഡിയോകൾ തമ്മിൽ ക്ലിപ്പുകൾ തമ്മിൽ അങ്ങനെ സിമിലാരിറ്റീസ് കാണാൻ ചാൻസ് ഇല്ല, കാരണം ഓരോന്നായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ സിമിലാരിറ്റി കാണാൻ ചാൻസ് ഇല്ല, കണ്ടിന്യൂറ്റി ഇല്ലായിരിക്കും. എന്നാലും എല്ലാവരും കാണണം കേട്ടോ. അടുത്ത വീഡിയോസ് മുമ്പ് നമുക്ക് സെറ്റാക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ക്വസ്റ്റ്യൻ എപ്പോഴും കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ കാണിക്കാമെന്ന്. കാരണം എനിക്കിപ്പം നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നിട്ട് പിന്നെ ഫുൾ ഉറങ്ങുമായിരിക്കും. അപ്പോൾ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫുൾ ഉറങ്ങുമായിരിക്കുമല്ലോ. എന്നിട്ട് എണീക്കുമ്പോൾ 4:30 ഇന്ന് എണീറ്റപ്പോൾ ലേറ്റ് ആയി, 5:30 എണീറ്റ്. അപ്പോൾ പിന്നെ ഫുഡിൻ്റെ വീഡിയോ മാത്രമേ എനിക്ക് കാണിക്കാവുള്ളൂ. പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ചെയ്യാനുള്ള സമയമൊന്നും എനിക്കില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇവിടെ വന്നിട്ടുള്ള വീഡിയോസും കാണിക്കാം, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെ കഴിച്ചതെന്നൊക്കെ കാണിക്കാം. ഫുഡിൻ്റെ ആകുമ്പോൾ എല്ലാവർക്കും ഫുഡ് കഴിക്കുന്നത് കാണാനൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ എനിക്ക് ഫുഡിൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ ഇടയ്ക്ക് കാണിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതലും വീഡിയോസ് ഫുഡിൻ്റെ തന്നെ ഇടുന്നത്, അല്ലാതെ പറഞ്ഞത്. എനിക്ക് പിന്നെ ഓഫുള്ള ദിവസമാണെങ്കിൽ നമ്മളിപ്പം എനിക്കിന്ന് നൈറ്റ് ഉണ്ട്, അപ്പം നാളെ എനിക്ക് ഓഫാന്ന് വെച്ചോ. അപ്പം ഞാൻ നാളെ ഓഫാണെങ്കിലും എണീക്കുമ്പോൾ ഇന്നത്തെ നൈറ്റ് കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ എന്തായാലും 4:30-5 മണിയാവും. അപ്പോൾ വീണ്ടും എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നൈറ്റ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓഫ് വരും. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്ക് 2 ഷിഫ്റ്റൊക്കെ കിട്ടുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ 20 hours അല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണിക്കാൻ പറ്റും. ഇപ്പോൾ പിന്നെ ഇതൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എനിക്ക് കുക്കിംഗ് വീഡിയോ എടുക്കണം എന്നുണ്ട്. അപ്പം ഞാനിപ്പം നോർമലി ചെയ്യുന്നത് വെച്ചാൽ ചിക്കനൊക്കെ വന്ന് വാങ്ങിച്ചിട്ട് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെക്കും. അപ്പം ഞാൻ ഷിഫ്റ്റിന് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ട് പോകും, അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് റാപ്പ് എന്തെങ്കിലും മേടിക്കാൻ നോക്കും. അപ്പോൾ പിന്നെ എനിക്ക് ഈ കുക്കിംഗ് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് വീഡിയോ എനിക്കിതില്ല, സ്റ്റാൻഡില്ല. അപ്പോൾ ഞാൻ ഫോൺ എനിക്ക് ഏതെങ്കിലും സൈഡിലൊക്കെ വെച്ചിട്ട്, അപ്പോൾ അത് പാടായതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഞാൻ സെറ്റാക്കിയിട്ട് ഫുഡ് വ്ളോഗും ഒക്കെ ചെയ്യാം. എനിക്ക് സമയത്തിൻ്റെ ഒരു കാരണം, ഞാൻ എണീക്കുമ്പോൾ 5:30-4 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോയും കൂടെ എടുക്കാൻ എനിക്ക് സമയം കിട്ടൂല. അപ്പോൾ പെട്ടെന്ന് ഫുഡാക്കാൻ വേണ്ടിയിട്ടേ, അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര വർക്ക് ഹോളിക്കാണ്. കാരണം ഞാൻ എൻ്റെ 9:30 ഷിഫ്റ്റ് ഞാൻ 8 മണിക്ക് വന്നിരിക്കുക. ഇന്നലെ ഞാൻ 9:30 വന്നപ്പം, പിന്നെ ഇന്നലെ എണീറ്റപ്പോൾ ലേറ്റാണ്, ഞാൻ കാറിലാണ് വന്നത്. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് 8 മണിയായപ്പോഴേ വന്നു. ആ കാറിലാണ് ഇടയ്ക്കിടയ്ക്ക് വരും, ബസ്സിൽ പോകുമ്പോഴും പാടാണല്ലോ. അതുകൊണ്ട് പിന്നെ കാറും അതാണ് കുറച്ചുകൂടി പെട്ടെന്ന് എളുപ്പം. ഞാൻ പിന്നെ നേരത്തെ വന്ന് ഇരിക്കൂടെ, അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ സ്റ്റാഫുകളൊക്കെ കുഴപ്പമില്ല, നമ്മുടെ ഇന്നലത്തെ സ്റ്റാഫ് തന്നെയാണ്. പിന്നെ എനിക്ക് പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ തേഴ്സ്ഡേ തൊട്ടിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ഈ വീക്കിൻ്റെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത വീക്കിൻ്റെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ മൺഡേ തൊട്ടിട്ടാണ്. അപ്പോൾ എനിക്കിതെല്ലാം കൂടെ ഒന്നിച്ചിങ്ങ് വന്ന്, അതാണ് എനിക്ക് തന്നെ ഞാൻ തന്നെ ആലോചിക്കുക, അയ്യോ ഇത് ഒന്നിച്ച് വന്നില്ലേ എന്നാലോചിച്ച് ഞാൻ തന്നെ എന്നെ തന്നെ മടുപ്പിക്കും. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഈ ഷിഫ്റ്റിന് പോകുമ്പോൾ ഞാൻ ഇതിന് ഇത്ര ഒഴുങ്ങിയൊക്കെ വരുന്നത്, എൻ്റെ പൊട്ടൊക്കെ ഇളകിപ്പോയി. പൊട്ടൊക്കെ ഇട്ടുകൊണ്ട് വന്നതാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ ആക്കി അതോ പോയി. ഇനിയിപ്പോൾ രാവിലെ ആകുമ്പോൾ ലിപ്സ്റ്റിക്ക് മാത്രമേ കാണൂ, ബാക്കിയൊക്കെ ഇങ്ങനെയൊക്കെ പോവും, ഇങ്ങനെയൊക്കെ പടന്നു. രാവിലെ ആകുമ്പോൾ ഇങ്ങനെയാവും. നമുക്ക് ഹെയറൊക്കെ ഇങ്ങനെ കെട്ടുന്നതിനൊന്നും കുഴപ്പമില്ല. ചിലയിടത്താണെങ്കിൽ നമുക്ക് പോണിറ്റേൽ മാത്രമേ കെട്ടാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ എനിക്ക് ചൂടെടുക്കുമ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഇവിടെയൊക്കെ പിടിച്ച് പോണിറ്റേലൊക്കെ കെട്ടിയൊക്കെ അങ്ങ് വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ പാടായി ചൂടത്ത് ഇങ്ങനെ മുടി വെച്ചിട്ട്. പിന്നെ നമുക്കിപ്പം ടീഷർട്ടൊക്കെ വേണമെങ്കിൽ ഇടാം, സമ്മറല്ലേ. അപ്പോൾ ചൂടായതുകൊണ്ട് നമുക്ക് ടീഷർട്ട് ഇടാം. പിന്നെ ഞങ്ങൾക്ക് 2 വിൻ്ററിലും സമ്മറിലും ഇടാൻ പറ്റിയ യൂണിഫോം ഉണ്ട്. ഇപ്പം ഞാൻ വിൻ്ററിലെ അല്ല സമ്മറിലാണ് ഇട്ടേക്കുന്നത്, പക്ഷെ എന്നാലും എനിക്ക് നല്ല ചൂടാണ്. പിന്നെ ക്രോക്സ് ഒക്കെ ഇടാം, ഷൂസ് ഇടാം, സ്ലിപ്പർ ഇട്ടുകൊണ്ട് വരുന്നവരുണ്ട്. സ്ലിപ്പർ മീൻസ് നോർമൽ ഫുഡ് വെയർ ഒക്കെ ഇട്ടിട്ട് വരുന്നവരൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ക്രോക്സ് ഇട്ടിട്ട് തന്നെ എനിക്കിങ്ങനെ സോക്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചൂടെടുത്തിട്ട് കാലിങ്ങനെ ഒട്ടുവാ, ഒരുമാതിരി ഡിസ്കസ്റ്റിങ്. എന്നെ പിന്നെ ഇവർ പേടിപ്പിച്ച് വെച്ചേക്കോ, ഇവിടെ പ്രേതം തോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ലോണ്ട്രിയുടെ അങ്ങോട്ട് പോകുന്നതും പുറത്തോട്ട് പോകുന്നതും ഇടുക്ക് വഴി കൂടെ, അത് കാണുമ്പോഴേ എനിക്ക് പേടിയാം. അപ്പോൾ ഇവരൊക്കെ പറയും അവിടെ തോണ്ട് മോർച്ചറി ആയിരുന്നു പണ്ട്, ഇതാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിച്ച് വെച്ചേക്കാം. എന്നിട്ട് ഇന്നലെ ഇവരിരുന്ന് ഇങ്ങനെ പ്രേതത്തിൻ്റെ ഒരു കഥകളൊക്കെ പറഞ്ഞുകൊണ്ട്, എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഒരു സ്റ്റാഫ് കയറി വരുമോ, സ്റ്റെപ്പ് കയറി. ഞാൻ അല്ലറി വിളിച്ചു കൊടുത്തു, ഞാൻ വിചാരിച്ചു പ്രേതം വരുവാന്ന്. എൻ്റെ നിരൽ കണ്ടിട്ട് തന്നെ ഞാൻ പേടിക്കുക. ഇപ്പോൾ നമുക്ക് പേടിയില്ലാതെ ഞാനിങ്ങനെ കറങ്ങി ഇവിടെ എല്ലാം നടന്നതാണ്. ഇവർ ഓരോ കഥകൾ പറഞ്ഞു തന്നിട്ട് എനിക്കിപ്പോൾ പേടിയാണ്. ഇന്നലെ ഞാൻ എൻ്റെ നിരൽ തന്നെ കണ്ടിട്ട് അലറി വിളിച്ചു കൊടുത്തു. ഞാനിങ്ങനെ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് ഞാൻ നടക്കും. എന്നിട്ട് ഞാൻ ചോർച്ചടിച്ച് വരും. അപ്പോൾ ഫ്രണ്ടിൽ ഒരു പ്ലെയിൻ മിറർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മിററിൽ കൂടെ ഞാൻ നോക്കിയപ്പം ഒരു സാധനം, ഒരു വെട്ടവും കൂടെ വരുന്ന. ഞാൻ ഓടി. അപ്പോൾ ഇത് കൂടെ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്നതൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ പക്ഷെ അത് എന്നെ തന്നെ കണ്ടിട്ട് ഞാൻ പേടിച്ചതാണ്.
എനിക്ക് ഇവിടുത്തെ പുറത്തുനിന്ന് വീഡിയോസൊക്കെ കാണിക്കണം എന്നുണ്ട്. ഇവിടെ നല്ല ഞാൻ ഇന്നലെ ഇങ്ങനെ കർട്ടൻ മാറ്റിയിരുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേനും ഒരു ട്രീ ഫുള്ളൊരു സാധനം ഇങ്ങനെ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ വേറെ സ്റ്റാഫിനോട് പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ നോക്കിയപ്പം ഗ്രീൻ ആപ്പിളും റെഡ് ആപ്പിളും ആയിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ നോക്കട്ടെ. എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പേടിയാണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങത്തൊന്നുമില്ല. നമുക്കങ്ങനെ പുറത്ത് ഇറങ്ങിക്കൂടെ, നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും പുറത്തോട്ട് കളയാൻ വേണ്ടി പോകുന്ന സമയത്ത് കാണുന്നത്, അല്ലാതെ നമുക്ക് ഷിഫ്റ്റിന് കയറിക്കാൻ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഇവര് സിഗൊക്കെ വലിക്കാൻ വേണ്ടിയിട്ടൊക്കെ കയറും, സ്മോക്ക് ചെയ്യുന്നവരൊക്കെ അല്ലേ. നമ്മൾ അങ്ങനെ പോകാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഞാൻ ഇരിക്കും, ഞാൻ വെളിയിൽ പോകത്തില്ല. പിന്നെ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും ഭയങ്കര തണുപ്പ്. ഈ തണുപ്പത്ത് ആര് വെളിയിറങ്ങി പോവാനാ. പിന്നെ ഇവിടെ അടിക്കുക, സെക്കൻഡ് ബ്രേക്ക്, ലാസ്റ്റ് ബ്രേക്കിന് അടിക്കുക. കാരണം ലാസ്റ്റ് ബ്രേക്ക് എടുക്കുന്ന സമയത്തായിരിക്കും ഉറക്കം വരുന്ന സമയം, ലാസ്റ്റ് ബ്രേക്കിൻ്റെ സമയം. എനിക്ക് പിന്നെ ഞാൻ ഉറങ്ങത്തില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഉറക്കം പോകുന്നതുകൊണ്ട് ഞാൻ ഉറങ്ങൂല, ഞാൻ വെറുതെ ഇരിക്കും. ഞാൻ ഏത് കിട്ടിയാലും എടുക്കും. എനിക്ക് കയറാനുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പം എനിക്കൊന്ന് സമയം 9:30 ആവാറായി. ഇനിയിപ്പോൾ താഴോട്ട് പോകണം. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഇനി താഴോട്ട് പോകാൻ മറന്നു പോകും. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കാത്ത കൂട്ടില്ല. എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നെയും കുഴപ്പമില്ല. എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇതാകുമ്പോൾ നല്ല രസമുണ്ട്. ഞാൻ പിന്നെ ഫുഡ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പായിരുന്നു കൊണ്ടുവന്നു. റാപ്പും പാസ്തയും കൊണ്ടുവന്നായിരുന്നു. ഞാൻ റാപ്പ് കഴിച്ച് തീർത്തു. ഇടയ്ക്ക് വെച്ച് തന്നെ ഞാൻ കഴിച്ചു. എനിക്ക് വിശന്നപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ വരാൻ. അപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാൻ അത് കഴിച്ചു. അതും കുറച്ച് ഓറഞ്ചും കഴിച്ചു. അപ്പോൾ പാസ്ത ഞാൻ വിചാരിച്ച് ബ്രേക്കിന് കഴിക്കാൻ. അപ്പോൾ അത് കാണിച്ചു തരാവേ. അപ്പം ഇപ്പം ഞാൻ താഴോട്ട് പോവുക. അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാനിവിടെ വെറുതെ ഇരിക്കുമ്പോൾ വീഡിയോ എടുക്കാം. പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേനും പ്ലീസ് ടേക്ക് ഇഫ് യു ക്യാൻ യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോക്സ് നിറച്ച് അളക്കുളിസ് സാധനങ്ങൾ വെച്ചേക്കാം. ഞാൻ അത് കാണിച്ചു തരാമേ. വേണ്ട ഇങ്ങനത്തെ ക്ലിപ്പ്, കുറേ ബണ്ണുകൾ, ഇതൊക്കെ വെച്ചേക്കുന്ന ആർക്ക് വേണം? കുറേ ഉണ്ട്. ഇതൊക്കെ എന്ത് സാധനമാണോ ഉണ്ടോ, തല ഇങ്ങനെ വെച്ചുകൊണ്ട് കിടക്കായിരിക്കും. ഇങ്ങനെ കുറേ ഉണ്ട്. എനിക്കൊന്ന് ആരുടെ വേണ്ടാത്തത് എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നതാ. ഇങ്ങനത്തെ ഇതെന്താണോ എന്തോ സംഭവം ഇത്. പിന്നെ ഇത് സ്ലൈഡുകളുണ്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ള സ്ലൈഡ്. കോമ്പ്, എന്ത് സാധനം, ബട്ടർഫ്ലൈയോ. പിന്നെ ഇത് ക്ലിപ്പ്, വീണ്ടും ഒരു ക്ലിപ്പ്. പിന്നെ കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കൊള്ളാം. കുഞ്ഞിപ്പിള്ള ഇതൊക്കെ ഉണ്ട കെട്ടി സ്കൂളിൽ പോകാം. പിന്നെ സോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ കൊണ്ട് വെച്ചേക്കാം. സോപ്പ് ഉണ്ടായിരുന്നു. സോപ്പ് ആരും എടുത്തിട്ട് പോയി. അപ്പം ഇത് ആർക്കും വേണ്ടാത്തതുകൊണ്ട് ഇത് ആരും എടുത്തിട്ടില്ല. സോപ്പ് എടുത്തിട്ട് പോയി. അപ്പം ഇത് ഇനിയിപ്പം എടുത്ത് കളയുമായിരിക്കും. ആർക്ക് വേണം? കുറേ ബണ്ണ്. ഇത് അല്ലേലേ ഇവരൊന്നും തലയിട്ടത്തില്ല. പിന്നെ ഇനി ഈ ബണ്ണ് എടുക്കാൻ പോകുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തെ, പണ്ട് ഞങ്ങൾ രാമേശ്വരത്ത് പോയപ്പം എൻ്റെ അമ്മ മറ്റേ നമ്മുടെ ഈ അസ്ഥി ഒഴിക്കുന്ന കോയിൻസ് ഒക്കെ ഇല്ല രാമേശ്വരത്തിൻ്റെ കടലിൻ്റെ ഫ്രണ്ടിൽ. അപ്പം അത് പോയി എടുത്ത് പണ്ടത്തെ പണ്ടത്തെ കോയിൻസ് ഒക്കെ ഉണ്ട്. അപ്പം അമ്മ പറയാം, അമ്മയ്ക്ക് ഇങ്ങനെ കോയിൻ കളക്ഷൻ ഉണ്ട്. അപ്പോൾ പറയാം അത് നമുക്ക് ഇതൊക്കെ വീട്ടിൽ കൊണ്ട് വെക്കാം. അങ്ങനെ അച്ഛൻ്റെ ഇത് വഴിക്കിട്ട് അത് അവിടെ ഇട്ട്. അപ്പം അമ്മ പറക്കുന്നിട്ട് അവിടെ നിന്ന് പിച്ചക്കാരും അവരും ഇതൊക്കെ എടുത്ത്. നാണക്കേട്. അത് കണക്കിത് എന്തെങ്കിലും ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അവരുടെ പ്രേതം കൂടെ എൻ്റെ കൂടെ വീട്ടിൽ പറ്റൂല്ലേ. നേരത്തെ ഒന്ന് ഇരിക്കുവാണെങ്കിൽ ഇപ്പോൾ 25ആയി. ഞാൻ ഇങ്ങനെ നടക്കുക. കുറേ കഴിയുമ്പോൾ ഒരു 26 ഞാൻ എത്തി താഴോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാഫ് റൂമാണ്. ഇങ്ങനെ നടക്കുക. അപ്പം ഇനിയിപ്പം താഴോട്ട് പോകാമല്ലോ. അവരൊക്കെ വീട്ടിൽ പോട്ടെ പാവങ്ങൾ. രാവിലെ വന്നേല്ലേ, അവരുടെ ഷിഫ്റ്റാണ് പാവം. 7:30 to 9:30. പക്ഷേ അവരിങ്ങനെ 2:30 വരെ എടുക്കും. അത് കഴിയുമ്പം 2:30 to 9:30 അടുത്ത സ്റ്റാഫ് വരും. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഏജൻസി സ്റ്റാഫാക്കുള്ളൂ. ഏറ്റവും പിന്നെ മലയാളീസ് ഇല്ല. ഡെയിലി ഇപ്പോൾ ഒരു സ്റ്റാഫ് കയറി, പിന്നെ ഒരു ചേട്ടനും ഉണ്ട്. അങ്ങനെ രണ്ട് പേരുണ്ട് ഡെയിലി മലയാളീസ്. ഇപ്പം നൈറ്റ് ഞാനും. അങ്ങനെ 3 മലയാളീസേ ഉള്ളൂ. ചിലയിടത്താണെങ്കിൽ ഫുള്ള് മലയാളീസ് ആയിരിക്കുള്ളൂ. ഇവിടെ ഫുള്ള് ഇവരാണ്, ഇംഗ്ലീഷുകാരാണ്. അപ്പം നമ്മൾ മലയാളീസ് അങ്ങനെയില്ല. എന്താണുണ്ടോ. ഞാൻ കുറച്ച് മിൽക്ക് ഷേക്ക് കുടിച്ചിട്ട് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് സുഷിൽ എന്നത്തെ പോലെ ഇവിടെ വെറുതെ ഇരിക്കുവാണ് എൻ്റെ സെയിം പ്ലേസിൽ. അപ്പോൾ കൂടുതലുള്ള സ്റ്റാഫ്, ഒരാൾ ബ്രേക്കിന് പോയി, ഒരാൾ പ്രെയറിന് പോയി. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ വെറുതെ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടിരിക്കും. അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്. വീണ്ടും ഒരു മിൽക്ക് ഷേക്കും കൂടെ കുടിച്ചു. ഞാൻ പേപ്പർ ഗ്ലാസ്സിലേ കുടിക്കത്തുള്ളൂ. എനിക്കതാ ഇഷ്ടം. അല്ലെങ്കിൽ കഴുകാൻ വയ്യ കപ്പ്. നല്ല ടേസ്റ്റായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ അതിൻ്റെ കുറച്ച് മിക്സ് ഇട്ടില്ലേ, മിൽക്ക് ഷേക്കിൻ്റെ മിക്സ് കിട്ടും. അത് വെച്ചിട്ട് അതിൽ മിൽക്ക് ഒഴിച്ച് കുടിക്കുന്നതാണ്.
അത് കഴിഞ്ഞിട്ട് എൻ്റെ ബ്രേക്ക് ആയപ്പോൾ ഞാൻ കുറച്ച് പാസ്ത കൊണ്ടുവന്നായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു പാസ്ത. ഞാൻ കുറച്ച് പാസ്തയും കഴിച്ചു. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് നേരം മൈക്രോവേവ് വെച്ചിട്ട് ചൂടാക്കിയിട്ടാണ് കഴിക്കുന്നത്. അത് ഇത്ര ആക്ഷൻ ഒക്കെ കഴിക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു. ഇതേതായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്? എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മറ്റേ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാം. പിന്നെ രാവിലെ റാപ്പാണ് കഴിച്ചത്, ഇല്ലെങ്കിൽ പിന്നെ ചെന്നിട്ട് ഉണ്ടാക്കാൻ വയ്യുന്നു. പിന്നെ കുറച്ച് കട്ടഡ് ഫ്രൂട്ട്സും കഴിച്ചു. ഇത് ഗ്രേപ്സും ആപ്പിളും 2 സ്ട്രോബെറിയും കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇനി ഇറങ്ങാൻ പോവാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്രഷ് ആയിരുന്നു. ഇതിപ്പോൾ അതിന് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.